അസ്സലാമു അലൈക്കും. ഇന്ന് റമദാൻ 17. ലോക മുസ്ലിങ്ങൾക്ക് ഇന്ന് ബദർ യുദ്ധം നടന്ന ഒരു ചരിത്ര വിജയമായ മുസ്ലിങ്ങളെ അത്രത്തോളം സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ്. അവർക്ക് അത്രത്തോളം ഒരു അഭിമാനം കൂടിയുള്ള ഒരു ദിവസം ആണ് ഈ റമദാൻ 17 ബദർ യുദ്ധം നടന്ന ദിവസം. ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മുടെ ബദരീങ്ങളെ പേരിൽ സ്വലാത്തും ദിക്റും അന്നദാനമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അദ്ദേഹത്തിൻ്റെ സ്വഹാബത്തും കൂടി അബൂജഹൽ എന്ന കൊടും ക്രൂരനായ ഖുറൈശിയുടെ കയ്യിൽ നിന്നും ഒരുപാട് പ്രഹരങ്ങളും ഇസ്ലാം പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വരുമ്പോൾ ഒരുപാട് ഈ നമ്മുടെ നബിയെയും സ്വഹാബത്തിനെയും അത്രത്തോളം ബുദ്ധിമുട്ടിച്ച ഒരു എത്രത്തോളം വൃത്തികെട്ട ഒരാളായിരുന്നു അബൂജഹൽ എന്ന ഈ ഖുറൈശി. ഇവരെ കാരണം നമ്മുടെ സ്വഹാബത്തും നബിയും മക്കയിൽ നിന്നും മദീനയിലോട്ട് പലായനം ചെയ്യാൻ വേണ്ടി പോകുന്ന ഇടയിലാണ് ബദർ യുദ്ധം നടക്കുന്നത്. നബി തങ്ങളുടെ അടുത്ത് വെറും 313 ആളുകളും 2 കുതിരകളും 70 ഒട്ടകവും മാത്രം. എന്നാൽ അബൂജഹലിൻ്റെ പടയുടെ അടുത്ത് 1000-ഓളം വരുന്ന ജനങ്ങളും പടനായകന്മാരും ഒരുപാട് കുതിരകളും ഒരുപാട് ഒട്ടകങ്ങളും. അവരുടെ സൈന്യം വലിയ സൈന്യമാണ്. എങ്ങനെ അവരോട് മുട്ടി നിൽക്കാൻ പറ്റും? അവരെ ജയിക്കാൻ എങ്ങനെ പറ്റും? നമ്മുടെ നബി നമ്മുടെ പടച്ച റബ്ബിനോട്, നമ്മുടെ അള്ളാഹിനോട് ദുആ ഇരക്കാണ്. അല്ലാ, ഞങ്ങളിവിടെ തോറ്റു പോവുകയാണെങ്കിൽ നിനക്ക് സുജൂദ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ നബിയുടെ ഒരു കഴിവെന്നോണം, അദ്ദേഹത്തിൻ്റെ ആ ദുആയിൻ്റെ പവറെന്നോണം നമ്മുടെ നബിക്ക് അള്ളാഹ് ഒരു വരം കൊടുക്കുകയാണ്. എന്താ പറയുക വെച്ചാൽ, അത്രത്തോളം നബിക്ക് സന്തോഷം വരുന്നൊരു കാര്യം ഉണ്ടായി. കാരണം ബദർ യുദ്ധത്തിൽ നമ്മുടെ നബി ഈ 313 സ്വഹാബത്തിനെയും കൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ അവരുടെ പടയിലുള്ള ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു വീഴാണ്. ഇതെന്താണ് സംഭവം എന്ന് അവർക്ക് ആർക്കും പെട്ടെന്ന് പിടികിട്ടില്ല. സംഭവം എന്താ വെച്ചാൽ, നമ്മുടെ നബിയുടെ ആ ഒരു ദുആയിൻ്റെ പവർ കൊണ്ട് നമ്മുടെ മലക്കുകൾ ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ശത്രുപക്ഷത്തെ എതിർത്ത് ആ യുദ്ധം മുസ്ലിം ഉമ്മത്ത് വിജയിക്കുകയാണ്. അന്നവിടെ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ ലോകത്ത് മുസ്ലിം എന്നൊരു സംഭവം ഉണ്ടാവുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രത്തോളം നബിയെയും നബിയുടെ സ്വഹാബത്തിനെയും നബിയുടെ ഉമ്മത്തിനൊക്കെ അത്രത്തോളം ബുദ്ധിമുട്ടാകുന്ന രീതിയിലൊക്കെ വന്ന് ഉണ്ടായിരുന്നു. എന്തായാലും ആ യുദ്ധത്തിൽ വലിയ ചരിത്ര വിജയം നേടി. അങ്ങനെ ആ ദിനം ഒരു ലോക മുസ്ലിങ്ങൾക്ക് റമദാൻ 17 ബദർ യുദ്ധമായിട്ട് കണക്കാക്കപ്പെടുന്നു. അതും ഹിജ്റ 2-ാം വർഷമാണ് ആ യുദ്ധമുണ്ടായത്. എന്തായാലും ഈ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നമ്മളിൽ നിന്നും ചെയ്തു പോയ തെറ്റുകളും എല്ലാം പുറത്ത് മാഫാക്കി തരട്ടെ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് പുറത്തു തരണം. കാരണം നമുക്ക് ഇത് പറയണമെന്നൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഒരുപാട് നമ്മൾ കേട്ടതും നമ്മൾ പഠിച്ചതിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞു. അതിലും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമ്മുടെ പണ്ഡിതന്മാരൊക്കെ ക്ഷമിക്കുക. കാരണം നമ്മൾ അത്രത്തോളം ഒരു അറിവുള്ള അല്ലെങ്കിൽ കൂടി പറയാനുള്ളൊരിത് ആഗ്രഹം കൊണ്ട് പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പുറത്ത് മാഫാക്കി തരിക.